സർ, കേരളത്തിൽ ഭൂമി കുലുക്കം ഉണ്ടാകുമെന്നുള്ള ചില മുന്നറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? കാരണം ഈ വയനാടൊക്കെ ഉണ്ടായ അപകടമൊക്കെ നമ്മൾ വലിയ രീതിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിച്ച കാര്യങ്ങളാണ്. അതുപോലെ സുനാമി ഒക്കെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിതിനെ നേരത്തെ മുൻകൂട്ടി ഇതിലെന്തെങ്കിലും അറിയാൻ സാധിച്ചാൽ നമുക്കതിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഭൂമി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പുതിയ അപ്ഡേഷൻസ് വരുന്നത്? ഇത് കേരളം നേരത്തെ തന്നെ ഈ ഭൂകമ്പ സാധ്യത പ്രദേശങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തിയ സ്ഥലമാണ്. കാരണം ഈ സോൺ 3യിൽപ്പെട്ട ഒരു അതിതീവ്ര ഭൂചലനങ്ങളല്ല, അതേസമയം 5.2 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്താവുന്ന തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് മ്യാൻമറിൽ ഉണ്ടായത് 7.7 ആണ്. അപ്പോൾ അതിൻ്റെ വളരെ തീവ്രത കൂടിയതാണ്. അത് അതിൻ്റെ പിന്നെ അത് നാശത്തിൻ്റെ തീവ്രത ഇത്രയും വർദ്ധിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ കേരളത്തിൽ അടിക്കടി കൂടെ ഈ ട്രെമർ ഉണ്ടാകുന്നുണ്ട്, ട്രെമർ രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ 55 വർഷത്തിനിടയിൽ 60 തവണ വയനാട്, ഇടുക്കി ഉൾപ്പെടെ കേരളത്തിൽ പല തരത്തിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാക്സിമം 5 വരെ രേഖപ്പെടുത്തപ്പെട്ടതുവയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി കേരളത്തിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടങ്ങളുടെയൊക്കെ ബലം, സാധ്യതയും കൂടെ കണക്കിലെടുത്ത് വേണം ഉണ്ടാക്കാൻ എന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ ഈ ചുരുളിമല, ചുണ്ടകൈ പ്രദേശങ്ങളിൽ വയനാട്ടിലെ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ ചുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോൾ സർക്കാർ നിർമ്മിക്കാൻ പോകുന്ന വീടുകൾ ഇത് കണക്കിലെടുത്തായിരിക്കും. കാരണം അതിൽ അവിടെ ഇപ്പോൾ നിർമ്മിക്കാൻ പോകുന്ന പുതിയ ഒരു ടൗൺഷിപ്പ്, അപ്പോൾ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുമ്പോൾ ഈ കാര്യം കണക്കിലെടുക്കും. കാരണം ഒരു സാമാന്യേന ഒരു ഭൂകമ്പത്തിൽ തകരാത്ത വീടുകളായിരിക്കും, കെട്ടിടങ്ങളായിരിക്കും അവിടെ നിർമ്മിക്കുക. ഇനി കേരളത്തിലുണ്ടാകുന്ന എല്ലാ നിർമ്മാണങ്ങൾക്കും ഇത്തരം ചെറിയ ഭൂചലനങ്ങളെ അതിജീവിക്കാനുള്ള ബലം ഉണ്ടാവണം. പ്രത്യേകിച്ചും കൊച്ചി, ആലപ്പുഴ പോലെയുള്ള ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾക്ക് എല്ലാ സ്ഥലത്തും അത് ആ തരത്തിൽ വേണം. ഇപ്പോൾ ജപ്പാനിലൊക്കെയുള്ള പോലെയുള്ള വീടുകൾ ഭാരം കുറഞ്ഞ മെറ്റീരിയൽസ് കൊണ്ട് ഭിത്തിയും മേൽക്കൂരയൊക്കെ നിർമ്മിക്കുന്ന വീടുകൾ, പിന്നെ അടിത്തറ ബലപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിൽ സീസ്മോഗ്രാഫിക് പിന്നെ കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ടുള്ള നിർമ്മാണങ്ങൾ കേരളത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ ഓരോരുത്തരും പറയുന്നു. കേരളത്തിലെ ഭൗമശാസ്ത്രജ്ഞന്മാരുടെ കയ്യിൽ കേരളത്തിൽ സംഭവിക്കാവുന്ന ഭൂചലനവും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള പലതരം അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്. അത് നേരത്തെ തന്നെ പല കാലങ്ങളിൽ അവർ നടത്തി ബോധ്യപ്പെട്ട കാര്യമാണ്. ജനങ്ങളിൽ ഒരു സംഭ്രാന്തി സൃഷ്ടിക്കേണ്ട എന്ന് വിചാരിച്ച് അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ. ഇത് പലർക്കും അറിയാം. ഞാനൊക്കെ പിന്നെ പത്രപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന കാലത്ത് ഇതിൻ്റെ ചില റിപ്പോർട്ടുകൾ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ അന്നത് റിപ്പോർട്ട് ചെയ്യാതിരുന്നത് ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഒന്നൊന്നായി റിപ്പോർട്ട് ചെയ്താൽ ജനങ്ങൾ ഇവിടെ നിന്ന് പിന്നെ പലായനം ചെയ്യും. ആ തരത്തിലുള്ള വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട്, പ്രത്യേകിച്ചും കൊച്ചി, എങ്കിലും അന്ന് കൊച്ചി ഒന്ന് കുലുങ്ങി വിറച്ചാൽ എന്ത് സംഭവിക്കും എന്ന തരത്തിലുള്ള ഭീതിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളുണ്ട്. അതാണ് കൊച്ചിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അമ്പരചുംബികളുള്ളത്. അപ്പോൾ അത് അടിക്കടി വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ പിന്നെ ഭൂചലനങ്ങൾ കൂടെ ഉണ്ടാകും. ഒരു ഭൂചലനം ഉണ്ടാകുമ്പോൾ തകരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ഇത്തരത്തിലുള്ള അമ്പരചുംബരങ്ങളായ കെട്ടിടങ്ങളല്ലേ. ഇവിടെ മാത്രം അത് എഫക്റ്റ് ചെയ്യണമെന്നില്ല. ഇടുക്കിയിൽ ഭൂചലനം ഉണ്ടായാൽ തകരുന്നത് ഈ തീരപ്രദേശത്തുള്ള നഗരങ്ങളാണ്. ഇടുക്കി പക്ഷെ മറ്റൊരു ദുരന്തം കൂടെ കാത്തിരിക്കുന്നില്ല സാർ. മുല്ലപ്പെരിയാർ അടക്കം 18 വൻകിട അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികൾ നിലനിൽക്കുന്ന വലിയ അണക്കെട്ടുകളുള്ള സ്ഥലമാണ്. അത്രയും ചെറിയ ഒരു ഭൂപ്രദേശത്ത് ഇത്രയും കൂടുതൽ അണക്കെട്ടുകളുള്ള ഒരു പ്രദേശവും ഭൂമുഖത്ത് വേറൊന്നുമില്ല. 18 അണക്കെട്ടുകളുണ്ട് ഇടുക്കിയിൽ.
ഇതെല്ലാം സഹ്യപർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊട്ടാൽ ഏത് നിമിഷവും പൊട്ടാവുന്ന തരത്തിലുള്ളൊരു ഭീഷണി പോലെ നിൽക്കുക. ഈ സോൺ 3-ലാവുമ്പോൾ പോലും അവിടെ ചെറിയ ഭൂചലനം, ഈ ഡാം ഇൻഡ്യൂസ്ഡ് എർത്ത്ക്വേക്ക് എന്നൊരു പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ അണക്കെട്ടുകൾ മൂലം ഉണ്ടാകുന്ന ചെറിയ ഭൂമിയുടെ വിറയൽ ചലനങ്ങൾ, അത് കൂടെ അവിടെ നടക്കുന്നുണ്ട്. ചെറുതായിട്ടത് രേഖപ്പെടുത്തുന്നുമുണ്ട് കൃത്യവും. അത് നമുക്കൊരു ഡിസാസ്റ്ററായിട്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഡിസാസ്റ്റർ ആകാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾക്ക് മിസോറാം, മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ട്രെമറുണ്ടായി. ഈ മ്യാൻമറിലും തായ്ലൻഡിലും ഭൂചലനം ഉണ്ടായപ്പോൾ ഇവിടെയും ഭൂചലനം ഉണ്ടായി. അത് വലിയ തീവ്രമായി ഒരു മനുഷ്യനാശത്തിലേക്ക് വഴി തെളിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം അതീവ ജാഗ്രതയോടെ നിലനിൽക്കേണ്ട ഒരു സ്ഥാപനം കൂടിയാണ്. അത് അവർ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നാണ് അതിൻ്റെ മെമ്പർ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് പറഞ്ഞ് ഞാൻ വായിക്കാനിടയായി. അതുപോലെ ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ സോമൻ നൽകുന്ന മുന്നറിയിപ്പുകളുണ്ട്. അതൊക്കെ നമ്മളിൽ ജാഗ്രത നിർദ്ദേശം എന്ന നിലയിലാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്, ഭയപ്പെടുത്താനല്ല. നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ അത്ര ഒരു സേഫ് സോണിലല്ല ജീവിക്കുന്നത്. സോൺ 3 എന്ന് പറഞ്ഞാൽ പോലും അത് നമ്മൾ കരുതൽ വേണ്ടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ്. കേരള സമാധാന സുന്ദരമായ പ്രദേശമാണ്. ഈ പ്രകൃതി കാണുന്ന സൗന്ദര്യവും പുഴയും ജലാശയവും സമശീതോഷ്ണാവസ്ഥയും ഒന്നും ആന്തരികമായി നമ്മുടെ ജീവിതത്തെ ഭദ്രമാക്കുന്നില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മൾ ഏറ്റവും അപകടകരമായൊരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഇതാണ്. പക്ഷേ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ മരിക്കുന്നു. ഇപ്പോൾ പലരുടെയും ജീവന സ്വത്തിനൊന്നും കേരളത്തിൽ ഇപ്പോൾ വലിയ പ്രാധാന്യമൊന്നും ഇല്ല. എപ്പോൾ വേണമെങ്കിലും തീരാം, അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു കൊല്ലാം, അല്ലെങ്കിൽ ഇതുപോലെ ഭൂകമ്പങ്ങൾ, ഉരുൾപൊട്ടലുകൾ എന്നൊക്കെ തീരാം. ആ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത്തരം ഇപ്പോൾ മ്യാൻമറിലൊക്കെ ഇങ്ങനൊരു ഭൂചലനം ഉണ്ടായ സ്ഥിതിക്ക് ഈ കേരളത്തിൽ എന്തെങ്കിലും പ്രതിരോധം, അല്ലെങ്കിൽ കേന്ദ്രവും കേരളവും തമ്മിൽ ഉരുൾപൊട്ടലിന്റെ പ്രശ്നം പോലെ തമ്മിലടിക്കാനാണോ, അതോ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ? ഈ രാഷ്ട്രീയ പ്രവർത്തകർ അവർ അന്യോന്യം കുറ്റപ്പെടുത്തിയും മത്സരിച്ചും ഒക്കെ അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമൊക്കെ കാണിക്കും. നമ്മൾ കാര്യങ്ങളെ നേർക്ക് കാണുകയും വസ്തുതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും വേണം. നമ്മുടെ നാട് എന്താണ്, നമ്മുടെ നാടിൻ്റെ ഗുണവും ദോഷവും എന്ത്, അത് മനസ്സിലാക്കിയായിരിക്കണം ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. അല്പസ്വല്പ ലാഭത്തിന് വേണ്ടി അമിതമായി ഭൂമിയെ തുരക്കുന്ന സ്വഭാവമുണ്ട്, തുരപ്പന്മാരുണ്ട്. ഇവിടെ കേരളത്തിൽ അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന 3500 ക്വാറികളുണ്ട്. പാറ ഇങ്ങനെ തുരന്നെടുക്കുകയാണ്, പാറ പൊട്ടിക്കുന്ന മെഷീനും എല്ലാം വെച്ചിട്ട്. അതിനൊന്നും പലതിനും ലൈസൻസ് ഇല്ല. ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ധനസ്രോതസ് കൂടിയാണ്. ഇതിലൊക്കെ ഭയങ്കരമായ അഴിമതിയുണ്ട്. ഈ ലോക്കൽ പാർട്ടി പ്രവർത്തകരുടെ ഒത്താശയോടെ ഈ കൈക്കൂലി വാങ്ങിക്കൊണ്ട് പല തരത്തിലുള്ള അനധികൃത ഖനനങ്ങൾക്കും കൂട്ടുനിന്ന് ഒത്താശ ചെയ്ത് നശിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പാറ പൊട്ടിക്കലും ഖനനവും ഒക്കെ ലൈസൻസ് ഇല്ലാതെയും വ്യവസ്ഥകൾ പാലിക്കാതെയും ചെയ്യുകയാണെങ്കിൽ ഇത് വലിയ അപകടം ഉണ്ടാക്കും. നമുക്കിപ്പോൾ റോഡ് നിർമ്മാണത്തിന്, കെട്ടിട നിർമ്മാണത്തിന്, തീരദേശത്ത് കല്ലിടാനും അതും വേറൊരു അഴിമതിയാണ്. എല്ലാം പാറകൾ വേണം. ഈ പാറ സഹ്യപർവ്വതത്തിൻ്റെ ചുവരുകളിലേ ഉള്ളൂ. അവളടുത്ത് പോയി അങ്ങനെ തുരന്നെടുക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പ്രകൃതിയെ കുറച്ച് മാനിക്കണം, അതിനോട് ഇണങ്ങിപ്പോകണം. അതിനാണ് മനുഷ്യൻ ആത്യന്തികമായി ഗത്യന്തരം ഇല്ലാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ കാല് പിടിക്കാൻ പോയിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ദൈവം പോലും നിസ്സഹായമാകുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക.